ഹായ് കൂട്ടുകാരെ, സുഖല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങക്കായയും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മുരിങ്ങക്കായനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് 2 തക്കാളി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുള്ളതാണ്. 3-4 ചെറിയ ഉള്ളിയെ കഷ്ണങ്ങളാക്കിയത്, അതുപോലെ 3-4 വെളുത്തുള്ളിയെ കഷ്ണങ്ങളാക്കിയത്, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് കേട്ടോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതീവ രുചികരമായിട്ടുള്ളൊരു കറിയാണിത്. നമുക്കിതപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ തന്നെ ഒരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇതും കൂടി ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അതായത് നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയും വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ മുരിങ്ങക്കായക്കും തക്കാളിക്കൊന്നും ഒരുപാട് വേവൊന്നുമില്ല, അതൊന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ച് കൊടുക്കാം. നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടിയോളം നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം പെരുംജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. മുരിങ്ങക്കായും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അരപ്പ് കട്ടി കൂടുതലാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് തിളയ്ക്കാൻ വിടാം. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കി ഒഴിക്കാം. നല്ല രുചികരമായിട്ടുള്ളൊരു കറിയാണത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിതിലേക്ക് തക്കാളി മാത്രമാണ് പുളിക്ക് ചേർത്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പുളിയേക്കാളും നല്ലത് ഈ തക്കാളിയുടെ പുളി തന്നെയാണ് കേട്ടോ. ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വട്ടത്തിലരിഞ്ഞിരിക്കുന്ന കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ കറിക്ക് ഒരു പ്രത്യേക രുചി നൽകുന്നതാണ്, അതുകൊണ്ടാണ് ചെറിയുള്ളി ചേർത്തിരിക്കുന്നത്. ഇനി ആ ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ നിറമാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. അതിനുശേഷം നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ താളിപ്പിനെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. താളിപ്പ് ചേർത്ത് കൊടുത്തിട്ട് കറി ഒന്ന് 2 മിനിറ്റ് മൂടി വയ്ക്കാം. അതിനുശേഷം മാത്രം ഈ താളിപ്പൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചട്ടിയുടെ മൂടി ഒന്ന് തുറന്നതിന് ശേഷം ഈ താളിപ്പും കറിയുമായിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു കറിയാണിത്. ഇതുവരെ ഇങ്ങനെ മുരിങ്ങക്കായ കറി വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.